കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരെ ഗൗരവമുള്ള ഒരു വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വചന ശുശ്രൂഷ കഴിയുന്നതുവരെ നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് എഴുന്നേൽക്കരുത് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ എഴുന്നേൽക്കുന്നത് നിങ്ങൾക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും അതൊരു ഡിസ്റ്റർബൻസ് ആയിരിക്കും എന്നതുകൊണ്ട് പ്രത്യേകം ഓർക്കുക. ആയിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ വചന ശുശ്രൂഷ കഴിയുന്നത് വരെ ഏറ്റവും ഗൗരവത്തോടുകൂടെ പറയുന്ന ഓരോ വചനവും നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നതിന് ഉപകരിക്കുന്നതാണ് എന്ന ബോധ്യത്തോടുകൂടെ നമ്മൾ വന്നിരിക്കുന്നത് കർത്താവിനെ കേൾക്കാനും കർത്താവിൻ്റെ തിരുമുഖത്ത് നിന്ന് പഠിക്കാനുമാണ്. ഈശോ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാനും ആ വഴിയിലൂടെ നടക്കാനും എന്ന ബോധ്യത്തോടുകൂടെ ആയിരിക്കാം. നമുക്ക് വചനമെടുക്കാം. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ തിരുവചനം. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. വലതുകരമുയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടമണിയാത്ത മുഖത്ത് കണ്ടുകൊണ്ടിരിക്കുന്നവരായ നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിന്റെ ദാനമാണ്. Praise the Lord. Hallelujah. Hallelujah. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ അച്ഛ, ജോസഫ് അച്ഛ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരരെ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം. Praise the Lord. Hallelujah. Hallelujah. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. കുറച്ചുകൂടെ നന്നായിട്ട് ചിരിച്ചിട്ട് പറയാം ഹല്ലേലൂയ. അച്ഛനെ നോക്കി ചിരിച്ചിട്ട് പറയാം ഹല്ലേലൂയ. കുറച്ചുകൂടെ സൂപ്പറായിട്ട് ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. കുലുങ്ങി കുലുങ്ങി ചിരിച്ചിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? രൂപാന്തരീകരണം. എങ്ങനെ നമുക്ക് ഈശോയുടെ നല്ല സുഹൃത്തുക്കളാകാം എന്നതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ വടി നോക്കിയതല്ല. നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ആ വിലയിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ചുകൂടി കൃത്യമായിട്ട് ഉത്തരം പറയാവോ? ഈശോയുടെ മഹത്വം കണ്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ആ വിലയിൽ ആരുടെ മഹത്വം കാണാനാണ് വരുന്നത്? ഈശോയുടെ മഹത്വം കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അത് കണ്ടുമുട്ടലാണ്. നമ്മൾ കാണാൻ പോയി, ഇപ്പോൾ സിനിമ കാണാൻ പോയതുപോലെയല്ല. നമ്മൾ കാണാൻ പോയി, സിനിമ കാണാൻ പോയിട്ട് മോഹൻലാലിനെയും മമ്മൂട്ടിനെയും കണ്ടുമുട്ടിയിട്ടാണോ വരുന്നത്?
അല്ല, കണ്ടിട്ട് വന്നു. കണ്ടുമുട്ടിയോ? ഇല്ല. പക്ഷേ നമ്മൾ ഈ ആലയത്തിലേക്ക് വരുമ്പോൾ കർത്താവിനെ കാണുക മാത്രമല്ല, നമ്മൾ കണ്ടുമുട്ടുക കൂടിയാണ് ചെയ്യുന്നത്. കൈയടിച്ച് തന്നെ പറയാം. ഇംഗ്ലീഷിൽ അതിനെ നോട്ട് ജസ്റ്റ് സീയിങ് ബട്ട് എൻകൗണ്ടറിങ് എന്ന് പറയും. നമ്മൾ വെറുതെ കണ്ട് തിരിച്ചു പോരുന്നവരല്ല. നമ്മൾ മ്യൂസിയത്തിൽ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ട് തിരിച്ചു പോരുകയാണ്, അല്ലേ? വന്യജീവികളെയൊക്കെ കാണാനായിട്ട് മ്യൂസിയത്തിൽ പോവാറുണ്ട്. മ്യൂസിയത്തിൽ പോകേണ്ട ആവശ്യമില്ലെന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഓക്കെ, ഹല്ലേലൂയ. അപ്പോൾ അത് വേറെ കാര്യം, പിന്നെ പറയാം. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കാണാൻ പോകുന്നവരാണ്. പക്ഷേ ആവിലയിൽ നമ്മൾ കാണാൻ വരുന്നവരല്ല, കണ്ടുമുട്ടാൻ വരുന്നവരാണ്. കണ്ടുമുട്ടലിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈശോയെ കാണുന്നു എന്ന് മാത്രമല്ല, ഈശോ നമ്മളെ കാണുന്നു. അപ്പോഴാണ് അത് കണ്ടുമുട്ടലായി മാറുന്നത്. ഹല്ലേലൂയ. അല്ലേ? തിയേറ്ററിൽ പോകുമ്പോൾ നമ്മൾ ആ സ്ക്രീൻ കണ്ടു എന്നുള്ളത് ശരിയാണ്. സ്ക്രീനിൽ വന്ന എല്ലാവരെയും നമ്മൾ കണ്ടു. പക്ഷെ അവരാരും നമ്മൾ പറയില്ലേ, എന്നോടാരും മിണ്ടിയില്ല, അല്ലേ? അവര് മിണ്ടിയതൊക്കെ നമ്മൾ കേട്ടു, പക്ഷെ നമ്മൾ മിണ്ടിയത് അവര് കേട്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് കണ്ടുമുട്ടലാവാത്തത്. കണ്ടുമുട്ടലാവുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈശോയെ കാണുന്നു, ഈശോ നമ്മളെ കാണുന്നു. അതുകൊണ്ടാണ് ഇന്ന് ആരാധനയുടെ സമയത്ത് സ്വാസ്ഥ്യം പ്രാർത്ഥിച്ചത്, ഞങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഓസ്തിയായി തീർന്നവനെ നമ്മൾ കാണുകയും നമ്മളെ കാണുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ ഈശോ നമ്മോട് സംസാരിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മൾ ഈശോയോട് സംസാരിക്കുന്നു, കണ്ടുമുട്ടുന്നു. നമ്മൾ ഈശോയെ ആലിംഗനം ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഈശോ നമ്മെ ആലിംഗനം ചെയ്യുന്നു. കണ്ടുമുട്ടലാണ്. നമ്മൾ ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾ വിചാരിക്കരുത് നമ്മൾ ഈശോയിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണെന്ന്. അല്ല, ഈശോ നമ്മളിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോയ്ക്ക് നമ്മളിൽ വിശ്വസിക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം ഈശോ പറഞ്ഞത്, എനിക്ക് ഇവരിലൊന്നും ഒരു വിശ്വാസവും. നിങ്ങൾ അങ്ങനെ ഒരു വചനം കേട്ടിട്ടുണ്ടോ? എനിക്ക് ഇവരിൽ ഒരു വിശ്വാസവും ഇല്ല എന്ന്. ഈശോ അവരെ വിശ്വസിച്ചില്ല. ആര് വിശ്വസിച്ചില്ല? അപ്പൊ ഇപ്പൊ ആർക്കാണ് വിശ്വാസം കുറവ്? നമുക്കല്ല. ആർക്കാണ് കുറവ്? ഈശോയ്ക്ക്. ആരിലുള്ള വിശ്വാസം? അതിന് ചില കാര്യങ്ങളുണ്ട്. ഈശോയ്ക്ക് നമ്മളിൽ ഒരു ചേട്ടൻ എന്നിലൊരു വിശ്വാസം ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം നമ്മൾ കണ്ടുമുട്ടുകയാണ്. ഈ കണ്ടുമുട്ടലിനെയാണ് നമ്മൾ സൗഹൃദം എന്ന് പറയുന്നത്. കണ്ടുമുട്ടാത്തവർക്ക് സൗഹൃദമില്ല. ഈ കണ്ടുമുട്ടലിനെയാണ് സൗഹൃദം എന്ന് പറയുന്നത്. ആ സൗഹൃദത്തെയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. അമ്മ ത്രേസ്യയെ കുറിച്ച് അമ്മ ത്രേസ്യ പഠിപ്പിക്കുന്ന പാഠങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വിശുദ്ധി എന്നുള്ളതിന്റെ അമ്മ ത്രേസ്യയുടെ വ്യാഖ്യാനങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയാറുണ്ട്, വിശുദ്ധരാകണം, വിശുദ്ധീകരിക്കപ്പെടണം. വിശുദ്ധീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ബന്ധത്തിലായിരിക്കുക. നിനക്ക് ഈശോയോട് എത്രമാത്രം അടുപ്പമുണ്ട്, ഹൃദയത്തിന്റെ അടുപ്പമുണ്ട്. അല്ലെ, ഒരു പാട്ടിൽ പറയുന്നത് പോലെ, കണ്ണടച്ചാൽ നീയാണ്, അല്ലേ? അതാണ് ഹൃദയത്തിന്റെ അടുപ്പമെന്ന് പറയും. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഈശോയുമായിട്ടുള്ള ഈ സൗഹൃദത്തിൽ വളരാൻ എന്ത് ചെയ്യണം എന്നതിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈശോ എപ്രകാരമുള്ള സ്നേഹിതനാണെന്ന് ഓർക്കുന്നത് വഴി നമ്മൾ ഈശോയുമായിട്ടുള്ള സൗഹൃദത്തിൽ വളരും എന്നതാണ്. മറ്റുള്ള കാര്യങ്ങൾ അച്ഛൻ ഇന്ന് റിവിഷൻ നടത്തുന്നില്ല. കഴിഞ്ഞ ആഴ്ച ഇല്ലാതിരുന്നവരൊന്ന് കൈവെക്കാവോ?
കഴിഞ്ഞ ആഴ്ച ഇല്ലാതിരുന്നവർ വളരെ കുറച്ച് പേരുള്ളൂ, ഒരു 500-600 പേര് ഉണ്ടായിരുന്നില്ല, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. അവര് യൂട്യൂബ് കേട്ടാ മതി. ഹല്ലേലൂയ, ഇനി മുടങ്ങരുത് കേട്ടോ, ഇനി ക്ലാസ്സിൽ വരാതിരിക്കരുത്. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞ ആഴ്ച ഒരാഴ്ച പോയില്ലേലും കുഴപ്പമില്ല, അച്ഛനത് ആവർത്തിച്ചോളൂ. അച്ഛൻ ഇന്ന് ആവർത്തിക്കുന്നില്ല, അച്ഛൻ കഴിഞ്ഞ ആഴ്ച നിർത്തിയോടുത്തൊന്ന് തുടങ്ങണം. അപ്പൊ നമ്മൾ പറഞ്ഞു ഈശോ എപ്രകാരമുള്ള സ്നേഹിതനാണ്? ഒന്നാമതായി സഹായിക്കുന്ന സ്നേഹിതനാണ്. എല്ലായിടത്തും അവിടുന്ന് നമ്മെ സഹായിക്കുന്നു. എന്റെ സഹായം എവിടെ നിന്ന് വരും? ഉന്നതങ്ങളിൽ നിന്ന് വരും. എന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. അവിടുന്ന് എന്നെ സഹായിക്കുന്നവനാണ്. ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അവൻ പിറകിൽ നിന്ന് പറഞ്ഞു തരും. ഇതാണ് വഴി, ഇതിലേ പോവുക കുഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോ നമ്മെ സഹായിക്കുന്നു. രണ്ടാമതായി നമ്മൾ പറഞ്ഞു ഈശോ നമ്മെ ശക്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഭയങ്ങൾ, നമുക്ക് ഇന്നലകളെ ഓർക്കുമ്പോൾ പേടിയാവുന്നു. അങ്ങനെയുണ്ട് ചില ആളുകള്. അച്ഛാ, എൻ്റെ കഴിഞ്ഞ കാലത്തിലെ ചില സംഭവങ്ങൾ ഓർക്കുമ്പോൾ ഇന്നും എനിക്ക് പേടിയാവുന്നു എന്ന് പറയുന്നവരുണ്ട്. കഴിഞ്ഞ കാലങ്ങൾ ഓർത്ത് ഇന്ന് പേടിക്കുന്നവര്, ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെ ഓർക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നു എന്ന് പറയുന്നവരുണ്ട്. ഇന്നത്തെ കാര്യത്തെ ഓർത്ത് പിന്നെ പറയാനും വേണ്ട. അപ്പോൾ ഈ ഭയങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്ന ശക്തി നമുക്ക് നൽകുന്നവനാണ് ഈശോ. അവിടുന്ന് നമ്മെ ഭയങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് ഈശോ നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കാത്ത സ്നേഹിതനാണ്. ഏത് പാപം ചെയ്ത് നമ്മൾ വിദൂരങ്ങളിലേക്ക് ഓടിയകലുമ്പോഴും, നമ്മൾ ധൂർത്തപുത്രനെ പോലെ ഒരു പന്നിക്കൂട്ടിൽ കിടക്കുമ്പോഴും, ആ പന്നിക്കൂട്ടിൽ നമുക്ക് പ്രചോദനം തന്നുകൊണ്ട് പിതാവിന്റെ ഭവനത്തെ കുറിച്ച് ഓർക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഏലിയാ പ്രവാചകനെ കുറിച്ച് പറഞ്ഞത്, ദാവീദിനെ കുറിച്ച് പറഞ്ഞത്, അതുപോലെ ഒരു പുതിയ വിശുദ്ധനെ കുറിച്ച്, ബർത്തോളോ ലോങ്കോ എന്ന് പറയുന്ന പുതിയ വിശുദ്ധനെ കുറിച്ചൊക്കെ നമ്മൾ അനുസ്മരിച്ചത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. ഇനി നാലാമതായി നമ്മൾ പറഞ്ഞു ഈശോ നമ്മെ മനസ്സിലാക്കുന്ന, വെരി ഗുഡ്, ഈശോ നമ്മെ മനസ്സിലാക്കുന്ന സ്നേഹിതനാണ്. നമ്മൾ പറയാറുണ്ട് ഒരു സഹായവും ചെയ്തില്ലേലും കുഴപ്പമില്ല, ഒന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. ഇല്ലേ? ഒന്നും തന്നില്ലേലും, സാരി മേടിച്ച് തന്നില്ലേലും കുഴപ്പമില്ല, ഒന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ചേട്ടന്മാരും പറയാറുണ്ട് അച്ഛാ നല്ല ഭക്ഷണമൊന്നും ഉണ്ടാക്കി തന്നില്ലേലും കുഴപ്പമില്ല, എന്റെ വിഷമമൊന്നും അവളൊന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. ഇല്ലേ? ഹല്ലേലൂയ. മക്കള് എന്തോരം ഈ പിള്ളേർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടെന്ന് അവരൊന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. നന്ദിയൊന്നും പറഞ്ഞില്ലേലും കുഴപ്പമില്ല, ഞങ്ങളെ നോക്കിയില്ലേലും കുഴപ്പമില്ല, അവർക്ക് വേണ്ടി ഞങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. പ്രിയപ്പെട്ടവര്, നമുക്ക് വേണ്ട ഒരു കാര്യം ഇതാണ്: നമ്മൾ എത്രമാത്രം ആത്മാർത്ഥതയുള്ളവരാണെന്ന്, എത്രമാത്രം സത്യസന്ധതയുള്ളവരാണെന്ന്, എന്തോരം കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണെന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു എന്നാണ് നമ്മുടെ ചിന്ത. പക്ഷെ ഈ ചിന്തയൊക്കെ മനുഷ്യര് മനസ്സിലാക്കുന്നതിനെ കുറിച്ചാണ്. നമ്മുടെ വിഷമം മുഴുവൻ മനുഷ്യര് മനസ്സിലാക്കാത്തതിനെ കുറിച്ചാണ് നമ്മൾ ഹൃദയം ഉയർത്തേണ്ടത്. അമ്മത്രേസ്യ പറയാണ്, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളെ ഈ ലോകത്ത് ആരും അറിയുന്നില്ലെങ്കിലും മിണ്ടാമഠത്തിലെ കന്യാസ്ത്രീകൾ എല്ലാവരും അറിയോ? കൊച്ചുത്രേസ്യ മരിച്ചപ്പോ കൊച്ചുത്രേസ്യനെ കുറിച്ച് ഒരാൾക്കും ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. കോൺവെന്റിൽ താമസിച്ചിരുന്നോണ്ട് കൊച്ചുത്രേസ്യ മരിച്ചപ്പോ, കൊച്ചുത്രേസ്യ പുണ്യവാളത്തിയുടെ തിരുനാളാണ് വരുന്ന 1-ാം തീയതി ബുധനാഴ്ച. അപ്പോ മരിച്ചു കഴിഞ്ഞപ്പോ കോൺവെന്റിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്ററിനോട് പറഞ്ഞു, മരിച്ചു കഴിയുമ്പോൾ മരിച്ച ആളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഓർമ്മക്കുറിപ്പുകൾ എഴുതി സൂക്ഷിക്കുന്ന പതിവുണ്ട് കോൺവെന്റുകളിൽ. നമ്മുടെ വീടുകളിലും നമ്മളുടെ ആരെങ്കിലുമൊക്കെ മരിച്ചു കഴിയുമ്പോൾ, പ്രിയപ്പെട്ടവര് മരിച്ചു കഴിയുമ്പോൾ അവരെ കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങൾ എഴുതി വെക്കാറുണ്ടോ? ഇല്ലേ? എഴുതണം.
അതുകൊണ്ട് വീട്ടിൽ അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു പുസ്തകം തന്നെ ഇറക്കിയായിരുന്നു. അപ്പച്ചനെ കുറിച്ചുള്ള ഓർമ്മകൾ, മക്കളുടെ ഓർമ്മകൾ, അമ്മിച്ചിയുടെ ഓർമ്മകൾ, അയൽക്കാരുടെ ഓർമ്മകൾ എന്നൊക്കെ പറഞ്ഞ് ഒരു പുസ്തകം ഇറക്കിയായിരുന്നു. ആർക്കെങ്കിലും വേണമെങ്കിൽ ഉണ്ടെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഓർമ്മകൾ എഴുതുന്ന ഒരു പതിവുണ്ടായിരുന്നു കോൺവെന്റിൽ. പക്ഷേ ഒരു സിസ്റ്ററിനോട് പറഞ്ഞു, ഈ കൊച്ചു മരിച്ചു, ഓർമ്മകൾ എഴുതാൻ പറഞ്ഞപ്പോ ആ സിസ്റ്റർ പറഞ്ഞു, ഈ 24 വയസ്സ് വരെ ജീവിച്ച് മരിച്ച് ഇവളെ കുറിച്ച് എന്തെഴുതാനാണ്, എന്റെ മനസ്സിലൊന്നും വരുന്നില്ല. ആരെ കുറിച്ചാ പറഞ്ഞത്? കൊച്ചുത്രേസിനെ കുറിച്ച്. ഇവളെ കുറിച്ച് ഒന്നും എഴുതാനില്ല, അവൾ പ്രത്യേകിച്ച് ഒരു നന്മയും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് ആര്? കോൺവെന്റിൽ കൂടെ താമസിച്ച സിസ്റ്റർ. നോക്കിയേ. അപ്പോൾ അതാണ് അമ്മ തെരേസ പറയാണ്, നിന്നെ നമ്മുടെ കൂടെ ജീവിക്കുന്നവര് പോലും മനസ്സിലാക്കിയില്ലെങ്കിലും, നിന്റെ ഭർത്താവ് നിന്നെ മനസ്സിലാക്കുന്നില്ലെങ്കിലും, നിന്റെ ഭാര്യ നിന്നെ മനസ്സിലാക്കുന്നില്ലെങ്കിലും, മാതാപിതാക്കളും സഹോദരങ്ങളും നിന്നെ മനസ്സിലാക്കുന്നില്ലെങ്കിലും, സ്നേഹിതരും അയൽക്കാരും നിന്നെ മനസ്സിലാക്കുന്നില്ലെങ്കിലും നീ വിഷമിക്കണ്ട. ശരിക്കും മനസ്സിലാക്കേണ്ടവൻ മനസ്സിലാക്കുന്നുണ്ട്. എല്ലാം അറിയേണ്ടവൻ എല്ലാം അറിയുന്നുണ്ട്. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. അതുകൊണ്ട് അച്ഛൻ നിങ്ങളോട് അവസാനമായി ഒരു വാണിംഗ് പറയുകയാണ്. അവസാനത്തെ വാണിംഗ് ഇനിയും പറയും. അതെന്താണ്? ഇനി ഒരിക്കലും മറ്റുള്ളവർ എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കരുത്. സമ്മതിച്ചോ? ഉറപ്പാണോ? ഉറപ്പുള്ളവരൊന്ന് കൈവക്കെ. കൈയടിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അത്രയുമാണ് പറഞ്ഞു കഴിഞ്ഞത്. ഈശോയാകുന്ന സ്നേഹിതനെ കുറിച്ച് അത്രയും പറഞ്ഞിട്ട് 5ാമത്തെ കാര്യത്തിലേക്ക് പോവാണ്. ഈശോ, എഴുതി വെച്ചോ, എഴുതി വെക്കുന്നവർ എഴുതി വെച്ചോ. ഈശോ നമ്മെ നല്ല വഴിക്ക് നയിക്കുന്ന സ്നേഹിതനാണ്. ഈശോ നമ്മെ നല്ല വഴിക്ക് നയിക്കുന്ന സ്നേഹിതനാണ്. അമ്മ തെരേസയുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരു കാര്യം പറഞ്ഞ് അച്ഛൻ തുടരാം. അതായത് അമ്മ തെരേസയെ ഈ നല്ല വഴിക്ക് നയിക്കാൻ വേണ്ടി ഈശോ എന്താണ് ചെയ്തത് എന്ന ഒരു ദർശനം അമ്മ തെരേസ എഴുതിയിട്ടുണ്ട്. അമ്മ തെരേസയുടെ ആത്മകഥയിലാണ്, അഭ്യന്തര ഹർമ്മത്തിലല്ല, ആത്മകഥയിലാണ് അത് എഴുതിയിരിക്കുന്നത്. അമ്മ തെരേസയെ ഈശോ സ്വർഗം കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. എന്ത് കാണിച്ചു കൊടുത്തു? സ്വർഗം കൊണ്ടുപോയി കാണിച്ചു. സ്വർഗത്തിൽ എന്തൊക്കെയാണ് അമ്മ തെരേസ കണ്ടത് എന്നതിനെ കുറിച്ച് അമ്മ തെരേസ കാര്യമായിട്ട് എഴുതിയിട്ടില്ല. അതിനുശേഷം അമ്മ തെരേസയെ നരകം കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. അമ്മ തെരേസയ്ക്ക് അത് ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി. അതിനെക്കുറിച്ച് നരകത്തിന്റെ അമ്മ തെരേസയുടെ ദർശനം അമ്മ തെരേസ അത്യാവശ്യം നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അച്ഛൻ വായിക്കാൻ പോവാണ്. ഈശോ അമ്മ തെരേസയെ നല്ല വഴിക്ക് നയിച്ചത് എങ്ങനെയാണ് എന്നതിന്റെ ഒരു ഉദാഹരണം പറയാൻ പോവാണ്. ഹല്ലേലൂയ. അമ്മ തെരേസയുടെ നരകത്തിന്റെ ദർശനം, അതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് പറഞ്ഞിട്ട് പറയാം. അമ്മ തെരേസ പറയാണ്, നരകത്തിന്റെ പ്രവേശന കവാടം വളരെ നീണ്ടതും, ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ നീണ്ടു കിടക്കാം, ഒരു ചൂള എന്നതുപോലെ ഇടുങ്ങിയതും. ചൂള കണ്ടിട്ടുണ്ടോ നിങ്ങള്? അതിങ്ങനെ പരന്നു കിടക്കാണോ? ഗ്രൗണ്ട് പോലെയാണോ? അല്ല, ചൂള എന്നതുപോലെ ഇടുങ്ങിയതും. ഇതിന്റെ കവാടമാണ് വളരെ താഴ്ന്നതും. നമ്മൾ സെൻട്രൽ ജയിലിൽ കയറുമ്പോ അല്ലെങ്കിൽ കണ്ണൂർ ജയിലിൽ കയറുമ്പോ ഇങ്ങനെ തല താഴ്ത്തി പിടിച്ച് കയറണമെന്നാണ്. അച്ഛൻ കയറിയിട്ടില്ല. കുനിഞ്ഞ് കയറണമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇത് അത്രയൊന്നും കുനിഞ്ഞാ പോരാ, ശരിക്കും കുനിച്ച് നിർത്തി കയറ്റുന്ന അത്രയും താഴുന്നതും. ശ്രദ്ധിക്കണം ഓരോന്നും. ചൂള എന്നത് വളരെ നീണ്ടതും, ചൂള എന്നതുപോലെ ഇടുങ്ങിയതും, വളരെ താഴ്ന്നതും, ഇരുട്ട് നിറഞ്ഞതും അടഞ്ഞതുമായിരുന്നു. ഇങ്ങനെ ഇരുട്ട് കുത്തി കിടക്കാണ്. ആ പ്രവേശന കവാടം കാണുമ്പോ തന്നെ നമ്മുടെ പകുതി ആയുസ് പോകും. ഇനി അകത്ത് കയറിയതിന് ശേഷം ഗ്രൗണ്ട്, തറ,
ചെളിവെള്ളം കെട്ടിക്കിടക്കുന്നതും സഹിക്കാനാവാത്ത ദുർഗന്ധം കൊണ്ട് നിറഞ്ഞതുമായിരുന്നു. ഒരു കാലെടുത്ത് വെക്കാൻ പറ്റില്ല, അവിടെ ചെളിയാണ്. ദുർഗന്ധം നിറഞ്ഞ ചെളി കെട്ടിക്കിടക്കുന്ന, സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധമുള്ള ചെളി കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ് തറ. ഇനി അതൊക്കെ കടന്ന് ഈ ചെളിയൊക്കെ ചവിട്ടി കയറി നടന്ന് അതിന്റെ അവസാന ഭാഗത്ത് ഒരു മതില്. ഈ മതിലില് അമദ്രേസ് എഴുതുന്നത് ക്ലോസറ്റിന്റെ ദ്വാരം പോലെ ഒരു ചെറിയ വട്ടം. ആ വട്ടം ക്ലോസറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ചെറിയ സ്ഥലം. നിങ്ങൾ ക്ലോസറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോ നമ്മൾ വാഷ്റൂം ആണെന്ന് വിചാരിക്കരുത്, ക്ലോസറ്റ് തന്നെ ഉദ്ദേശിക്കണം. ക്ലോസറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ചെറിയ സ്ഥലം, അവിടെ ഞാൻ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നതായി കണ്ടു. ഈ നരകത്തില് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത് ആരാണ്? അമ്മത്രേസ്യയെ ഈ ക്ലോസറ്റിന്റെ ആ ദ്വാരം പോലെ അതിന്റെ ഉള്ളില് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നതായി കണ്ടു. എന്റെ ആത്മാവിൽ ഞാനൊരു തീ അനുഭവിച്ചു. തീയാണ് ചുറ്റും. എന്റെ ശരീരത്തിലെ സഹനങ്ങൾ അസഹനീയമായിരുന്നു. ഞാൻ ഈ ജീവിതത്തിൽ ഒത്തിരി വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ നരകത്തിലെ വേദനയുമായി തുലനം ചെയ്യുമ്പോൾ ആ വേദനകൾ ഒന്നും തന്നെ അല്ല. മാത്രമല്ല, ആ വേദനകൾ, നരകത്തിലെ വേദനകൾ ഇടവേളയില്ലാത്തതും അവസാനമില്ലാത്തതുമാണ്. പ്രിയപ്പെട്ടവരെ, അച്ഛനെ അമ്മ തെരേസയുടെ എല്ലാ കാര്യങ്ങളും ഇഷ്ടമാണെങ്കിലും ഇപ്പോ ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം അച്ഛൻ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഭാഗമാണ്. നരകമുണ്ടെന്നും നരകത്തിൽ പോയി പാപത്തിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ചിന്ത ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് അച്ഛൻ ഇത്ര നാളായിട്ട് ഇത് പറഞ്ഞിട്ടില്ല. ഈ 9 കൊല്ലത്തിനുള്ളിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അച്ഛൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. പക്ഷെ ഇതിപ്പോ പറയാൻ തോന്നുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നരകത്തിലെ വേദനയുമായി തുലനം ചെയ്യുമ്പോൾ ആ വേദനകൾ ഒന്നും തന്നെയല്ല. മാത്രമല്ല, ആ വേദനകൾക്ക് ഇടവേളയില്ലാത്തതും അവസാനമില്ലാത്തതുമാണ്. അമ്മ തെരേസ എന്നെ എഴുതാണ്. ചില അമ്മ തെരേസയുടെ വാക്കുകൾ വായിക്കാണ്. ആരാണ് എന്നെ പീഡിപ്പിക്കുന്നതെന്ന് ഞാൻ കണ്ടില്ല. ഈ ക്ലോസറ്റ് പോലെയുള്ള ആ സ്ഥലത്തിൽ അമ്മ തെരേസനെ ഇങ്ങനെ കയറ്റി നിർത്തിയിട്ടുണ്ട്. ബന്ധിക്കപ്പെട്ട് കിടക്കാണ്. തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരീരത്തിലും ആത്മാവിലും ഒക്കെ ചൂട് പിടിക്കുകയാണ്. ഈ ലോകത്തിൽ അനുഭവിച്ച എല്ലാ വേദനകളെക്കാളും 100 മടങ്ങ് 1000 മടങ്ങ് അധികമായിട്ടുള്ളൊരു വേദനയാണ്. പക്ഷെ ആരാണ് എന്നെ പീഡിപ്പിക്കുന്നത് ഞാൻ കണ്ടില്ല. പക്ഷേ ഞാൻ പല കഷണങ്ങളായി മുറിക്കപ്പെട്ട് തീയിൽ വയ്ക്കപ്പെട്ടതായി എനിക്ക് അനുഭവപ്പെട്ടു. ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ തന്നെ ഫീലിംഗ് എന്താണ്? എന്റെ ശരീരം മുറിച്ച് തീയിലിട്ടിരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ആവർത്തിക്കുന്നു, ഈ ആന്തരികമായ തീയും നിരാശയും, അവിടെ കിടക്കുമ്പോൾ ഉള്ള നിരാശ, ഉള്ളിൽ അനുഭവിക്കുന്ന തീ എല്ലാ സഹനങ്ങളെക്കാളും ഈ ഭൂമിയിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നു എന്ന് പറയുന്ന എല്ലാ സഹനങ്ങളെക്കാളും കഠോരമാണ്. അടുത്ത പാരഗ്രാഫ്. എനിക്ക് ഇരിക്കാനോ കിടക്കാനോ കഴിഞ്ഞില്ല. അല്ലേ? ക്ലോസറ്റ് പോലെയുള്ള സ്ഥലം ആ കുഴലിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഇരിക്കാനും കുറച്ചു നേരം ക്ഷീണിച്ചു കഴിയുമ്പോ കിടക്കാനൊന്നും പറ്റുന്നില്ല. എനിക്കിരിക്കാനോ കിടക്കാനോ കഴിഞ്ഞില്ല. അതിനുള്ള സ്ഥലമില്ലായിരുന്നു. മതിലിലെ ഒരു തുളയിൽ എന്നതുപോലെ എന്നെ കുത്തി നിർത്തിയിരിക്കുകയായിരുന്നു. എനിക്ക് ചുറ്റും ചുമരുകൾ മാത്രം. എനിക്ക് ശ്വസിക്കാൻ കഴിഞ്ഞില്ല. പ്രകാശമുണ്ടായിരുന്നില്ല. എങ്ങും കൂരിരുട്ട് മാത്രം. ശ്രദ്ധിക്കണേ. ഈ ദർശനം കണ്ട് ഞാൻ ഭയന്നു വിറച്ചു. ഇപ്പോഴും ഞാൻ അത് ഓർക്കുമ്പോൾ ഒരു ഭയം എന്നിൽ കടന്നു വരുന്നു.
6 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇതെഴുതുമ്പോൾ, ഈ ദർശനമുണ്ടായ 6 കൊല്ലങ്ങൾക്ക് ശേഷമാണ് അമ്മ ത്രേസ്യ തന്റെ ആത്മകഥ എഴുതുന്നത്. അപ്പോ 6 കൊല്ലങ്ങൾക്ക് മുമ്പ് കണ്ട ആ ദർശനം 6 വർഷങ്ങൾക്ക് ശേഷം ഇത് എഴുതുമ്പോൾ ഇപ്പോഴും എന്റെ ശരീരം തണുത്തു മരവിച്ചു പോകുന്നു. അടുത്തത്, നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് ഞാൻ ഒത്തിരി വേദനിക്കാൻ കാരണമായത് ഈ ദർശനമായിരുന്നു. ദർശനം കഴിഞ്ഞു. എന്നിട്ട് അമ്മ ത്രേസ്യ എഴുതുകയാണ്, ഈ ദർശനത്തിലൂടെ ഈശോ എങ്ങനെയാണ് എന്നെ നല്ല വഴിക്ക് നയിച്ചത് എന്നെഴുതുകയാണ്. നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് ഞാൻ ഒത്തിരിയേറെ വേദനിക്കാൻ കാരണമായത് ഈ ദർശനമായിരുന്നു. അമ്മ ത്രേസ്യ ഈ ദർശനമൊക്കെ കഴിഞ്ഞപ്പോ അമ്മ ത്രേസ്യ ആദ്യം ചിന്തിക്കാൻ തുടങ്ങി, എന്തോരം ആത്മാക്കളാണ് ഈശോയെ അറിയാതെ, അവിടത്തെ സ്നേഹിക്കാതെ, കേവലം അനുഗ്രഹം മാത്രം മേടിച്ചെടുത്ത് തിന്ന് കൊഴുത്ത് ദൈവസ്നേഹം ഒരു തരിമ്പുമില്ലാതെ അവസാനം നരകത്തിൽ പോയി കിടക്കുന്നത്. അനുഗ്രഹം മേടിച്ചെടുക്കുന്നുണ്ട്, ജോലി മേടിച്ചെടുക്കുന്നുണ്ട്, കല്യാണം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക മെച്ചപ്പാടൊക്കെ ആവുന്നുണ്ട്, പക്ഷെ കർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവര് രക്ഷ പ്രാപിക്കുന്നില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? അവര് ഈ നരകത്തിൽ പോയി കിടക്കുന്നു. വളരെ പ്രത്യേകമായി അമ്മ ത്രേസ്യയുടെ കാലഘട്ടത്തിൽ ഒരു ചരിത്രം അറിയാവുന്നവർക്കറിയാം. തിരുസഭയിൽ നിന്ന് വേർപെട്ട്, പരിശുദ്ധ കുർബാനയിൽ നിന്ന് വേർപെട്ട്, വിശുദ്ധരുടെ കൂട്ടായ്മയിൽ നിന്ന് വേർപെട്ട് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളിലൊക്കെ ആയിപ്പോയ മനുഷ്യരെ കുറിച്ച് പ്രത്യേകിച്ച് അമ്മ ത്രേസ്യ വേദനിക്കുന്നുണ്ട്. ഈശോയെ അറിയാത്തവര്, ഈശോയെ അറിഞ്ഞിട്ടും അവനെ വേണ്ടതുപോലെ സ്വീകരിക്കാത്തവര്, അവരൊക്കെ ഈ നരകത്തിൽ പോയി കിടക്കുമ്പോ അതിനെ ഓർത്ത് അമ്മ ത്രേസ്യയുടെ ഉള്ളുരുകയാണ്. എന്നിട്ട് അമ്മ ത്രേസ്യ എഴുതുകയാണ്, ഇത് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വലിയ ദാഹം എന്നിലുണ്ടാക്കി. ഈശോ ഈ നരകത്തിന്റെ ദർശനം തന്നതുകൊണ്ട് എന്റെ ഉള്ളിൽ ആത്മാക്കൾക്ക് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരാള് പോലും ഈ നരകത്തിലേക്ക് പോകരുത് എന്നൊരു വലിയ ദാഹം അമ്മ ത്രേസ്യയുടെ ഉള്ളിലുണ്ടായി. ഒരാത്മാവിനെയെങ്കിലും രക്ഷിക്കാൻ, അനേകം തവണ മരിക്കാൻ പോലും എന്റെ ഹൃദയം സജ്ജമാക്കപ്പെട്ടു. ഒരാത്മാവ് നശിച്ചു പോകാതിരിക്കാൻ ഞാൻ 1000 വട്ടം മരിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന രീതിയിൽ അമ്മ ത്രേസ്യയുടെ ആത്മാവ് ഉരുക്കി വാർക്കപ്പെട്ടത് നരകത്തെ കുറിച്ചുള്ള അമ്മ ത്രേസ്യയുടെ ദർശനത്തിന്റെ ഫലമായിട്ടാണ് എന്നെഴുതുകയാണ്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ, ഈശോയേ. എന്നിട്ട് അമ്മ ത്രേസ്യ എഴുതുന്നു, എനിക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ഫേവറുകളിൽ ഒന്നായിരുന്നു നരകത്തെ കുറിച്ചുള്ള ദർശനം. അമ്മ ത്രേസ്യയ്ക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ പൊന്തിപ്പോയത്, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ മാലാഖ വന്ന് ഹൃദയത്തിൽ അമ്പുകൊണ്ട് കുത്തിയത്, 3-4 ദിവസമൊക്കെ ഇങ്ങനെ ലയിച്ച് പ്രാർത്ഥനയിൽ ലയിച്ചിരിക്കാൻ പറ്റിയത്, എല്ലാം മറന്നിരിക്കാൻ പറ്റിയത്. അപ്പൊ അങ്ങനെ ഒത്തിരിയേറെ ആത്മീയമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിച്ചത്, അതുപോലെ സഭ നവീകരിക്കാൻ സാധിച്ചതൊക്കെ ആയിട്ടുള്ള അനേക അനുഗ്രഹങ്ങൾ. അപ്പോൾ ഈ അനുഗ്രഹങ്ങളിലൊക്കെ വെച്ച് വലിയ ഒരു അനുഗ്രഹം, ഏറ്റവും വലുത് അങ്ങനെയല്ല, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വിഷൻസ്, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു നരകത്തെ കുറിച്ചുള്ള ഈ ദർശനം എന്ന് പറയുന്നത്. കാരണം എന്താണെന്നറിയാവോ? പാപം ചെയ്യാതിരിക്കാൻ ഈ ഭൂമിയിൽ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതകൾ നരകത്തിലെ യാതനകളുമായി തുലനം ചെയ്യുമ്പോൾ ഒന്നുമല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. പാപം ചെയ്യാതിരിക്കാൻ നമുക്ക് എന്ത് അനുഭവിക്കേണ്ടി വരും? കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും, ഇല്ലേ? ഒരു ഉദാഹരണത്തിന്, ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഉദാഹരണം? പാപം ചെയ്യാതിരിക്കാൻ ചേച്ചിയുമായി, ചേട്ടൻ്റെ ചേച്ചിയില്ലേ,
ചേച്ചിയുമായിട്ട് തല്ല് പിടിക്കാൻ തോന്നി, ദേഷ്യം വഴക്കുണ്ടാക്കാൻ തോന്നി, കോപിക്കാൻ തോന്നി. പക്ഷെ നമ്മൾ അത് പിടിച്ചു നിർത്തി. പാപം ചെയ്യരുത്, കോപിക്കരുത്, അല്ലേ? അപ്പോൾ എന്തുണ്ടാവും? ഒരു ആന്തരികമായ ഒരു പിരിമുറുക്കം ഉണ്ടാകും. അപ്പോൾ പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു കഷ്ടതയുണ്ട്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ജഡത്തിന്റെ ഒരു ദുർമോഹമുണ്ടാകുന്നു, ഒരു മ്ലേച്ഛമായ ഒരു ചിത്രം കാണാനുള്ളൊരു ദാഹമുണ്ടാകുന്നു. അത് വേണ്ട എന്ന് വയ്ക്കുമ്പോൾ ഒരല്പസമയത്തേക്കെങ്കിലും അത് വേണ്ട എന്ന് വയ്ക്കുന്ന ആൾക്ക് ഒരു പിരിമുറുക്കമുണ്ടാകും. ഈ മദ്യപിക്കുന്ന ഒരാള് മദ്യപാനം വേണ്ട എന്ന് വെച്ചിട്ട് കൂട്ടുകാര് ഒരുമിച്ച് നല്ലൊരു കാര്യത്തിന് പോയതാണ്, ഒരു പെരുന്നാളിന് പോയതാണ്. പെരുന്നാളിന് പോയി, പെരുന്നാളിനല്ലേ എന്ന് വിചാരിച്ച് പോയതാണ്. അവിടെ പോയി പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ അതിന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതല്ലേ, ഒന്ന് റിലാക്സ് ചെയ്യാന്ന് പറഞ്ഞ് മദ്യപിക്കാൻ കയറി കൂട്ടുകാര്. അപ്പൊ ഈ മദ്യപിക്കുകയില്ല എന്ന് തീരുമാനിച്ച ആൾക്ക് കൂട്ടുകാര്, പ്രാർത്ഥിക്കാനൊപ്പമുണ്ടായിരുന്ന കൂട്ടുകാര് ഇപ്പൊ എവിടെയാണ്? ബാറിൽ ഒപ്പമായി ഇരിക്കുകയാണ്. അപ്പൊ ഇയാൾ പുറത്ത് നിൽക്കുമ്പോ അയാൾ നേരത്തെ നല്ല കുടിയനായിരുന്നു. അയാൾക്ക് എന്തുണ്ടാകും? ഒരു പിരിമുറുക്കമുണ്ടാകും. പോണോ പോണ്ടേ, പോണോ പോണ്ടേ. ഹല്ലേലൂയ. അതിനെയാണ് പ്രിയപ്പെട്ടവരെ പാപം ചെയ്യാതിരിക്കാനുള്ള കഷ്ടത എന്ന് പറയുന്നത്. ഇത് എല്ലാ മേഖലയിലേക്കും അപ്ലൈ ചെയ്യാവുന്ന. മൊബൈലിലെ ഒരു മോശം മെസ്സേജ് അയക്കാൻ ഒരു വേണോ വേണ്ടേ വേണ്ട വേണോ ഇല്ലേ? ഇപ്പൊ പിടികിട്ടിയല്ല. ഹല്ലേലൂയ. അപ്പോൾ ഈ പിരിമുറുക്കം എന്താണ്? ഒരു കഷ്ടതയാണ്. ഇനി ഒന്നാം പ്രമാണം ലംഘിക്കാൻ, അത് ഇനി ഇതങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി. 1 മുതൽ 10 വരെയുള്ള കൽപ്പനകളിലേക്ക് ഇപ്പൊ അച്ഛൻ പറഞ്ഞത് അപ്ലൈ ചെയ്താൽ മതി. അവര് കൂടോത്രത്തിന് പോയി, അവർക്ക് മെച്ചപ്പാടുണ്ടായി. അയ്യോ, പോവാൻ പാടില്ലെന്നാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവർക്ക് മെച്ചപ്പാടുണ്ടായതാണല്ലോ. കാശ് കൊടുത്തു വിട്ടാക്കാം, ഞാൻ പോവില്ല. അങ്ങനെ കാശ് കൊടുത്തു വിട്ടു, ഞാൻ പോയില്ല അച്ഛാ. എന്നിട്ട് 10,000 രൂപ കൊടുത്തു വിട്ടു, ഞാൻ പോയില്ല. പോകാതിരിക്കാനും തിന്മ ചെയ്യാതിരിക്കാനും ചെയ്യുന്ന തിന്മ തിന്മയാണെന്ന് പറയുമ്പോഴും നിനക്കൊരാന്തരിക പിരിമുറുക്കമുണ്ട്. ഏത് പാപം ചെയ്യാതിരിക്കുമ്പോഴും അതിലൊരു സഹനമുണ്ട്. പാപം ചെയ്തതിന് ശേഷമുള്ള സഹനമല്ല, ചെയ്യാതിരിക്കുമ്പോഴുള്ള സഹനം ആണ് അമ്മത്രേച്ചി പറയുന്നത്. ഈ ഭൂമിയിൽ പാപം ചെയ്യാതിരിക്കാൻ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതകൾ നരകത്തിലെ യാതനകളുമായി തുലനം ചെയ്യുമ്പോൾ ഒന്നുമല്ലെന്ന് എനിക്ക് മനസ്സിലായി. കൂട്ടുകാരുടെ കൂടെ ഇരിക്കാതെ, മദ്യപിക്കാതെ, അല്ലെങ്കിൽ പാപം ചെയ്യാതെ മാറി നിൽക്കുമ്പോ കൂട്ടുകാര് പറയൂ, അവര് നിന്ദിക്കും. ഒരു പുണ്യാളം വന്നിരിക്കുന്നു, ഒരു പഠിപ്പിസ്റ്റ് വന്നിരിക്കുന്നു, അല്ലേ? ഹോസ്റ്റലിലെ പിള്ളേർ അച്ഛനോട് പറയാറുണ്ട്, ഈ ബാക്കി പിള്ളേരൊക്കെ ഉഴപ്പാൻ പോകുമ്പോ, പുറത്തിറങ്ങി പോകുമ്പോ ഇവള് പള്ളിയിൽ പോയി ഒരു കൊന്തയല്ലാനിരിക്കുമ്പോ ഒരു പുണ്യാളത്തി വന്നിരിക്കും. ബാക്കിയുള്ള കുട്ടികൾ ഫോണില് അതും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇവള് ഇരുന്ന് പുസ്തകം വായിക്കുമ്പോ ഒരു പഠിപ്പിസ്റ്റ് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ അപമാനം. അത് ഈ പാപം ചെയ്യാതിരിക്കേണ്ടി വരുമ്പോഴുള്ള കഷ്ടതകളുടെ ഫലമാണ്, കഷ്ടതകളാ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അമ്മത്രേസ്യ പറയാണ്, അമ്മത്രേസ്യക്ക് ഈ നരകത്തിന്റെ ദർശനം വലിയൊരു ലാഭമായിട്ട് മാറി. അമ്മത്രേസ്യ തീരുമാനിക്കുകയാണ്, ഞാൻ പാപം ചെയ്യുകയില്ല. എത്ര കഷ്ടതയുണ്ടെങ്കിലും പാപം ചെയ്യുകയില്ല. ഈശോയ്ക്ക് അവളോടുള്ള സ്നേഹത്തെ ഓർത്ത് അവൾ പാപം ചെയ്യില്ല എന്ന് തീരുമാനിച്ചവളാണ്. അതുപോലെ തന്നെ പാപം ചെയ്താൽ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതകളെ ഓർത്തും അവൾ തീരുമാനിച്ചു പാപം ചെയ്യുകയില്ല. എന്നിട്ട് വിചാരിച്ചു, ഈ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ പോയിന്റിലേക്ക് തിരിച്ചു വരികയാണ്. ഈ ദർശനം നൽകിയ ഈശോ അമ്മത്രേസ്യയ്ക്ക് ആരാണ്? നല്ല വഴിക്ക് നയിക്കുന്ന സ്നേഹിതനാണ്. എങ്ങനെയാണ് മോശം വഴിക്ക് നയിക്കുന്ന സ്നേഹിതർ? അവര് പറയും, ഈ പാപം ചെയ്താലൊന്നും ഒരു കുഴപ്പമില്ലെന്നേ, ഇതൊന്നും ഒരു തെറ്റല്ലെന്നേ,
ഇപ്പൊ അങ്ങനെയൊന്നും പാപമൊന്നും അങ്ങനെയൊന്നും ഇല്ലെന്നേ, നരകമൊന്നും ഇല്ലെന്നേ, നമുക്ക് എന്തു വേണേലും ചെയ്യാന്നേ എന്ന് പറയുന്ന സ്നേഹിതരുണ്ടത്രേ. ഹല്ലേലൂയ. അപ്പോൾ ഈശോ നല്ല വഴിക്ക് നയിക്കുന്ന സ്നേഹിതനാണ് പ്രിയപ്പെട്ടവരെ. സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുകയാണ്. 32-ാം അധ്യായം 8-ാമത്തെ തിരുവചനം. 32 സങ്കീർത്തനങ്ങൾ 32:8. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റു പറയാം: ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഇരുകരങ്ങളും ഉയർത്തി വീശിക്കൊണ്ട് ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യെശയ്യാ 30, 20, 21 തിരുവചനങ്ങൾ നമുക്ക് സുപരിചിതമാണ്. എടുക്കാം, എഴുതി വയ്ക്കാം, അതിനുശേഷം ബൈബിൾ എടുക്കാം, വായിക്കാം. യെശയ്യാ 30, 20, 21 തിരുവചനങ്ങൾ വായിച്ചേ. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം: കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. ഹല്ലേലൂയ. അപ്പോൾ ഈശോ നമ്മുടെ പിറകെ നടന്ന് പറഞ്ഞു തരും. പ്രിയപ്പെട്ടവരെ, ഈശോ നല്ല വഴി പറഞ്ഞു തരും. നമ്മളോട് ഈശോ പറയും: മേലിൽ നീ പാപം ചെയ്യരുത്. നല്ല വഴി പറഞ്ഞു തരികയാണ് ഈശോ. നമുക്ക് ഒരു നല്ല വഴി പറഞ്ഞു തരും. നീ ശത്രുക്കളെ സ്നേഹിക്കണം. ഈ ഭൂമിയിൽ വേറൊരു ഗുരുവും അതുവരെ പറഞ്ഞിട്ടില്ലാത്ത വിധത്തിൽ ഈശോ പറഞ്ഞു. ഒരു നല്ല വഴി മനുഷ്യകുലത്തിന് വേണ്ടി ഈശോ പറഞ്ഞു തന്നു. നീ ശത്രുക്കളെ സ്നേഹിക്കണം. സ്നേഹിച്ചാൽ നീ ദൈവത്തെ പോലെ ആകും. കാരണം ദൈവം ദുഷ്ടരുടെ മേലും ശിഷ്ടരുടെ മേലും മഴ പെയ്യിക്കുകയും സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. നിനക്ക് ദൈവത്തെ പോലെ പൂർണ്ണനാകണമെങ്കിൽ നീ ശത്രുക്കളെ സ്നേഹിക്കണം. നിന്നെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. നിന്നെ ശപിക്കുന്നവരെ നീ അനുഗ്രഹിക്കണം. ഈശോ നമുക്ക് നല്ല വഴി പറഞ്ഞു തരുന്നു. ഈ ലോകത്തിന്റെ ഗുരുക്കന്മാർ പറയും, ശത്രുക്കളെ എങ്ങനെയെങ്കിലും തകർത്തു കളയണം. നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ, നമ്മുടെ ബിസിനസ് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മുടെ ശത്രുക്കളെ എങ്ങനെയെങ്കിലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ രീതികളാണ്. അതിന്റെ മറ്റൊരു രൂപമാണ്. എൻട്രൻസ് പഠിക്കാൻ പോയിട്ട് കോച്ചിങ്ങിന് പോയിട്ടുള്ള പിള്ളേരോട് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ പരസ്പരം പറഞ്ഞു കൊടുക്കരുത്, പഠിക്കാൻ സഹായിക്കരുത്. പരീക്ഷയ്ക്ക് പറഞ്ഞു കൊടുക്കരുത് എന്നുള്ളതല്ല, പഠിക്കാൻ നേരത്ത് നിങ്ങൾ പരസ്പരം സഹായിച്ച് പഠിക്കരുത്. ഒരു കൊച്ചു പറഞ്ഞ അച്ഛനോട്, ഇവളും ഇവളുടെ ടിൻ സിസ്റ്ററും കൂടെ പഠിക്കാൻ പോയി എൻട്രൻസ്. അപ്പോ ഒരാൾക്ക് ഇത്തിരി കൂടുതൽ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ സാറ് പറഞ്ഞിരിക്കുകയാണ്, സ്വന്തം സിസ്റ്റർ ആണെങ്കിലും പറഞ്ഞു കൊടുക്കരുത്, ഓരോരുത്തരും പഠിക്കണം. ഇത് ആരുടെ നീതിയാണ് പ്രിയപ്പെട്ടവരെ? പഠിക്കാനായിട്ട് പറഞ്ഞു വിടുമ്പോ
അവിടെ പകർന്നു കൊടുക്കുന്ന അറിവ് മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, അവരുടെ ഹൃദയത്തിൽ കിട്ടുന്ന ധാർമ്മിക മൂല്യങ്ങൾ എന്താണെന്ന് കൂടെ നോക്കിയിട്ട് വേണം വിടാൻ. ഫ്രീ ആണെന്ന് വിചാരിച്ച് വിഷം മേടിച്ച് കഴിക്കരുത്, അല്ലേ? പല പല ഹോസ്റ്റലുകളിലും ഫ്രീ ആയിട്ട് കിട്ടുന്ന പല സ്ഥലങ്ങളും ഉണ്ട്. ആ ഹോസ്റ്റല്, ഈ ഹോസ്റ്റല്, അതും പേരൊന്നും പറയുന്നില്ല. അപ്പോൾ അവിടെ ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണ്. ആ ശരി, പ്രാർത്ഥന ഉണ്ടോ? ഇല്ല. പള്ളി പോക്കുണ്ടോ? ഇല്ല. കുരിശുവര ഉണ്ടോ? ആ പിള്ളേര് പറയും അതെല്ലാം ഫ്രീ ആണ്. അവസാനം ഇതൊന്നുമില്ലാതെ ആത്മാവ് ശൂന്യമായി തിരിച്ചു വരുന്ന മക്കള് നാളെ ഭാരമായിട്ട് മാറുമെന്നതിന് ഒരു സംശയവും വേണ്ട. അച്ഛൻ 100 പേരുടെ അനുഭവം കേട്ടിട്ട് 1000 പേരോട് പറഞ്ഞു തരികയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈശോ നമ്മെ നല്ല വഴിക്ക് നയിക്കുന്ന സ്നേഹിതനാണ്. ഈശോയുടെ ഓരോ വാക്കും എടുത്തു പരിശോധിക്കുക. ഈശോ പറയാണ്, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. ഈശോ പറയാണ്, നീ ജീവിക്കേണ്ടത് ആത്മാവിലുള്ള ഒരു ദാരിദ്ര്യത്തിലൂടെയാണ്. നല്ല വഴി, നീ നടക്കേണ്ട നല്ല വഴി എന്താണ്? ദൈവാശ്രയത്തിന്റെ ആ ആത്മദാരിദ്ര്യം. ഞാൻ എന്നിലല്ല ആശ്രയിക്കേണ്ടത്, സമ്പത്തിലല്ല ആശ്രയിക്കേണ്ടത്, ലോകത്തിലല്ല ആശ്രയിക്കേണ്ടത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നവര് ഇന്നും ഒന്നുമില്ലാത്തതിന്റെ കഥകൾ പറയുന്ന എന്തോരം കഥകൾ അച്ഛൻ കേട്ടിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം, വരുന്നതിന് മുമ്പും. ഹല്ലേലൂയ. ഓക്കെ, അപ്പോൾ ആ കർത്താവിൽ ആശ്രയിക്കുക. ഈശോ പറയാം, ഈശോ മറ്റൊരു വഴി പറഞ്ഞു തരികയാണ്, വിലപിക്കുന്നവരാകുക. നല്ല വഴിയാണ്. ഏതാണ് ആ വഴി? വിലപിക്കുക. എന്തിനെ ഓർത്ത്? പാപത്തെ ഓർത്ത് വിലപിക്കുന്നവരാകുക. അതൊരു നല്ല വഴിയാണ്. നീ ഇത്തിരി കരഞ്ഞാലും കുഴപ്പമില്ല. നമ്മളിപ്പോ കൊച്ചുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? കരയരുത്. എന്ത് ചെയ്തു കൊടുത്തിട്ടാണെങ്കിലും കൊച്ചിനെ കരയിപ്പിക്കരുത്. ഫോൺ ചോദിച്ചാ ഫോൺ കൊടുക്ക്, അല്ലെങ്കിൽ കൊച്ചു കരയും. വേറെന്തെങ്കിലും ചോദിച്ചാൽ അത് മേടിച്ചു കൊടുക്ക്, കൊച്ചു കരയും. ഫോൺ കാണാൻ ചോദിച്ചാൽ കാണാൻ കൊടുക്ക്. ഇനി 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, 11ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൊച്ചു പറയാണ്, എനിക്കിത് മേടിച്ചു തന്നില്ലെങ്കിൽ ഞാൻ കോളേജിൽ പോവില്ല. അവനെ കരയിപ്പിക്കണ്ട, മേടിച്ചു കൊടുക്ക്. അങ്ങനെയെല്ലാം കരയിപ്പിക്കാതെ നോക്കാൻ ഈശോ പറയാണ്, വിലപിക്കുന്നവര് ഭാഗ്യവാന്മാർ, ശാന്തശീലർ ഭാഗ്യവാന്മാർ, നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. പ്രിയപ്പെട്ടവരെ, നീതിക്ക് വേണ്ടി പീഡനം അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാർ, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. പറഞ്ഞു വരുന്നത്, ഈശോ നല്ല വഴികൾ ഇങ്ങനെ നിരന്തരം നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. ഈശോ പറയാണ്, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്കർഹനാകും. ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ നരകാഗ്നിക്കിരയായി തീരും. എന്താണ് അതിന്റെ അർത്ഥം? നീ സഹോദരനോട് കോപിക്കരുത്, നീ സഹോദരനെ വിഡ്ഢി എന്ന് വിളിക്കരുത്. എന്തെങ്കിലും അനുരഞ്ജനപ്പെടാനുണ്ടെങ്കിൽ നീ അനുരഞ്ജനപ്പെട്ടുകൊള്ളണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നല്ല നല്ല മാർഗം പറഞ്ഞു തരികയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 30 വരെ ഈശോ പറയുന്നു, വ്യഭിചാരം ചെയ്യരുത്, ആസക്തിയോടെ നോക്കരുത്, പാപം ചെയ്യരുത്. നിന്റെ പാപം ചെയ്യാൻ നിന്റെ കണ്ണുകൾ നിനക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ ആ കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയുക. പാപം ചെയ്യാൻ നിന്റെ കരങ്ങൾ നിനക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ കരം വെട്ടിക്കളയുക. ഒരു സൗഹൃദം നിനക്ക് പാപം ചെയ്യാൻ കാരണമാകുന്നുണ്ടെങ്കിൽ അത് മുറിച്ചു മാറ്റുക. ഹല്ലേലൂയ. ഈശോ നമ്മെ നല്ല വഴിക്ക് നടത്തുന്ന സ്നേഹിതനാണ്.
നമ്മെ മോശം വഴിയിലൂടെ നടത്തുന്ന ഒരാളെ നമ്മൾ എന്തെന്ന് വിളിക്കില്ല? സ്നേഹിതനെന്ന് വിളിക്കില്ല. നമ്മൾ ഈശോയുടെ കരം പിടിച്ചാണ് നടക്കുന്നതെങ്കിൽ, ഈശോ നമ്മൾ നമ്മുടെ കൂട്ടുകാരനാക്കിയാൽ, പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മെ തിന്മയുടെ വഴികളിലേക്ക് വിട്ടുകൊടുക്കുകയില്ല. ഈ ലോകം നമ്മോട് പറയും, ലോകത്തിലെ സുഹൃത്തുക്കൾ പറയും, പാപം ചെയ്യാൻ പറയും, IVF ചെയ്യാൻ പറയും, ഭാര്യയെ ഉപേക്ഷിക്കാൻ പറയും, ശത്രുക്കളെ വെറുക്കാൻ പറയും, തിരിച്ചു പണി കൊടുക്കാൻ പറയും. നിന്നെ തല്ലിയിട്ടുണ്ടെങ്കിൽ നീ 2 തിരിച്ചു തല്ലണമെന്ന് പറയും. നിനക്കെതിരെ ഒരാൾ തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ 10 പറയണമെന്ന് പറയും. അതിനുള്ള ചാൻസ് ഞാൻ ഉണ്ടാക്കി തരാന്ന് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മോട് പറയും, നീ ആകുലപ്പെടരുത്. ആകുലപ്പെട്ടത് കൊണ്ട് ഒരു കാര്യവുമില്ല. നിന്റെ മുടിയുടെ കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ നിനക്ക് കഴിയുകയില്ല. ഈശോ പറയും. നമ്മുടെ ലോകത്തിലുള്ള സുഹൃത്തുക്കൾ പറയും, നീ എന്താണ് ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കുന്നത്? അപ്പൊ അതാണ് കുഴപ്പം. എന്റെ ചേട്ടന് അച്ഛാ ഒരു ടെൻഷനും ഇല്ല, ഒരാകുലതയും ഇല്ല. ആരെക്കുറിച്ച്? മക്കളെ കുറിച്ച് ഒരാകുലതയും ഇല്ല. കൊച്ചിന്റെ കല്യാണം നടന്നിട്ടില്ല എന്നോർത്ത് ചേട്ടന് ഒരു ടെൻഷനും ഇല്ല. ആർക്കാണ് ടെൻഷൻ? എനിക്ക് മാത്രമുള്ളൂ ടെൻഷൻ. അച്ഛൻ ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കണം. അച്ഛൻ ചേട്ടന് വേണ്ടിയല്ല, ചേച്ചിക്ക് മനസാന്തരം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മോട് പറയും, നീ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുക, നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഒരു മകൻ കല്യാണമൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം, എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ. അച്ഛൻ ചോദിച്ചു, എങ്ങനെയുണ്ട് മോനെ? അവള് ഭയങ്കര പ്രാർത്ഥനക്കാരത്തിയാണ്, കൊന്ത ചെല്ലാതെ എന്നെ കിടത്തി ഉറക്കല്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഫോൺ വിളിക്കുമ്പോ പറയും, നമുക്ക് ഒരു രഹസ്യം ചൊല്ലാന്ന് പറയും. ഇവൻ ഒരു രഹസ്യം പോയിട്ട് കർത്താവിന്റെ മാലാഖ പോലും മര്യാദക്ക് ചൊല്ലാത്തവരാ. അപ്പോൾ അവൾ ഇപ്പൊ അവനെ കൊണ്ട് ഫോണിലൂടെ കൊന്ത എല്ലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവന്റെ അപ്പനും അമ്മക്കൊക്കെ ഇവനിടക്ക് പറയുന്നുണ്ട്, ഇത് വേണോ അപ്പാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പനും അമ്മയും പറഞ്ഞു, ഇത് തന്നെ മതി. ഹല്ലേലൂയ. അപ്പൊ അവളിപ്പോ അവനെ കൊന്ത എത്തിക്കാതെ കിടത്തി ഉറക്കത്തില്ല. പ്രിയപ്പെട്ടവര്, നല്ല വഴിക്ക് നയിക്കുന്ന സ്നേഹിതരുണ്ടെന്നേ. ജീവിത പങ്കാളിയെ പ്രാർത്ഥനയുടെ വഴിയിലൂടെ നടത്തുന്നവരുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കല്യാണത്തിന് മുമ്പ് ചെയ്തോളണം. കല്യാണം കഴിഞ്ഞിട്ട് കൊന്ത എത്തിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ കേട്ടില്ലെന്ന് വരും. കല്യാണം കഴിച്ചവരിനി എന്ത് ചെയ്യുമല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോ പറയും, നല്ല വഴിക്ക് നയിക്കുന്ന സ്നേഹിതൻ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 38 മുതലുള്ള തിരുവചനങ്ങൾ. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദുഷ്ടനെ എതിർക്കരുത്, വലത് കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവരാകുവിനെന്ന് പറഞ്ഞ് നമ്മെ നല്ല വഴിക്ക് നയിക്കുന്ന സ്നേഹിതനാണ് ഈശോ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ വചനത്തിൽ കാണുന്നതെല്ലാം നമ്മെ നല്ല വഴിക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു നന്മയ്ക്കും, അല്ലേ? എനിക്ക് ഒരു പുണ്യത്തിനും, എനിക്ക് ഒരു പുണ്യത്തിനും കുറവുണ്ടാവുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കരുത്, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എനിക്ക് വീട് പണിയുമ്പോൾ ഒന്നിനും കുറവുണ്ടാവുകയില്ല, ഞാൻ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഓക്കെ, അതുകൂടെ ഉണ്ട്, ഭൗതികമായ അനുഗ്രഹങ്ങളുണ്ട്. പക്ഷേ അതിന്റെ ആത്യന്തികമായ അർത്ഥം, എനിക്ക് സ്വർഗരാജ്യം സ്വന്തമാക്കുന്നതിൽ ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്നാണ്. നമ്മൾ ഒന്നിനും കുറവുണ്ടാവുക ഇല്ല എന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ നമ്മൾ സ്ഥലം, വീട്, കല്യാണം, ജോലി, അല്ലേ, ആരോഗ്യം, ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഈ ഭൂമിയിലുള്ളതിനെ കുറിച്ചല്ല,
നിത്യതയിൽ എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഉച്ചത്തിൽ വിളിച്ചേ ഈശോയേ. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ചില കാര്യങ്ങൾക്ക് കുറവുണ്ടായാലും ഒരു കുഴപ്പമില്ല അല്ലെ? ഒരു ചുക്കും ഒരു കുന്തവും ഈ ഭൂമിയിൽ അമ്മ തെരേസയ്ക്ക് ഈ ഭൂമിയിൽ എപ്പോഴെങ്കിലും മര്യാദക്ക് ഒരു ആരോഗ്യം ഉണ്ടായിരുന്നോ? ഇല്ല. പരിശുദ്ധ അമ്മയ്ക്ക് എപ്പോഴെങ്കിലും എല്ലാം ഉണ്ടായിരുന്നോ? ഇല്ല. പല കാര്യങ്ങൾക്കും കുറവുണ്ടായിരുന്നു ഇല്ലേ? ഏത് വിശുദ്ധരുടെ ജീവിതം എടുത്ത് നോക്ക്, ഈശോയുടെ കാര്യം തന്നെ നോക്ക്. ഭൂമിയില് തല ചായ്ക്കാൻ ഒരു ഇടം പോലും ഇല്ലായിരുന്നു എന്നാ പറയുന്നത്. അപ്പോ ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ മാനദണ്ഡങ്ങൾ വെച്ചളന്ന് നോക്കേണ്ട ഒരു വചനമല്ല. അത് സ്വർഗത്തിന്റെ മാനദണ്ഡങ്ങൾ വെച്ച് അളന്നു നോക്കേണ്ടതാണ്. നിനക്ക് കുറവുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഈ ഭൂമിയിൽ കിട്ടേണ്ടത് അതിന്റെ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടല്ല കുറവുണ്ടോ എന്ന് നോക്കേണ്ടത്, സ്വർഗത്തിന്റെ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടാണ്. നിന്റെ കയ്യില് അങ്ങനെ നോക്കാൻ സ്വർഗത്തിന്റെ ലിസ്റ്റ് ഉണ്ടോ? അല്ലേ, നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കാറില്ലേ? കല്യാണത്തിന് മേടിക്കേണ്ട ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ മേടിക്കേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് കൊണ്ടുവന്ന് കഴിയുമ്പോൾ എല്ലാത്തിനും എന്തെങ്കിലും ഇല്ലാത്തതുണ്ടോ കുറവുണ്ടോ എന്ന് നോക്കാം. പറഞ്ഞതൊക്കെ ചേട്ടൻ മേടിച്ചോണ്ട് വന്നിട്ട് അയ്യോ ഇത് കൊണ്ടുവന്നിട്ടില്ലല്ലോ. നമ്മുടെ ലിസ്റ്റ്, ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ്. സ്വർഗത്തെ കുറിച്ച് നിനക്ക് എന്ത് ലിസ്റ്റ് ഉണ്ട് കുഞ്ഞേ? ഈ ഭൂമിയിൽ കിട്ടേണ്ട മാർക്കുകളെ കുറിച്ച് തന്നെ നമുക്ക് കൃത്യമായ അവബോധമുണ്ട്. എത്ര കിട്ടിയാൽ ജയിക്കും, എത്ര കിട്ടിയാൽ തോക്കും അല്ലേ? ജർമ്മൻ പഠിക്കുന്ന കുട്ടികള് 60 മാർക്ക് കിട്ടിയാൽ ജയിക്കും, 59 കിട്ടിയാൽ തോക്കും. കേട്ടക്ട് പഠിക്കുന്നവര് 90 കിട്ടിയാൽ ജയിക്കും, 89 കിട്ടിയാൽ തോക്കും. അങ്ങനെ ഓരോന്നും. സ്വർഗത്തിൽ നിനക്ക് എത്ര കിട്ടിയാ നീ ജയിക്കും? സ്വർഗത്തില് നമ്മുടെ പാസ് മാർക്ക് എത്രയാണെന്ന്? സ്വർഗത്തില് നമ്മൾ ജയിക്കുന്ന പാസ് മാർക്കിന്റെ പേര് ക്രിസ്തു എന്നാണ്. നീ ക്രിസ്തുവിനെ പോലെ ആയെങ്കിൽ നീ ജയിച്ചു, നീ ക്രിസ്തുവിനെ പോലെ ആകുന്നില്ല എങ്കിൽ നീ തോറ്റു. വിശുദ്ധിയുടെ കാര്യത്തിൽ, വിശ്വാസത്തിന്റെ കാര്യത്തിൽ, സ്നേഹത്തിന്റെ കാര്യത്തിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ കാര്യത്തിൽ നീ ക്രിസ്തുവിനെ പോലെ ആയിട്ടുണ്ടെങ്കിൽ നീ ജയിച്ചു, ആയിട്ടില്ലെങ്കിൽ നീ തോറ്റു. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മൾ ആദ്യം വായിച്ചത്. നമ്മൾ ഈശോയെ കണ്ടുമുട്ടി അവിടുത്തെ സാദൃശ്യത്തിലേക്ക്, ഈശോയെ പോലെ ആയിത്തീരുന്ന അവസ്ഥയിലേക്ക് നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ തോക്കാതിരിക്കാനുള്ളൊരു പാഠമാണ് ഈ ആലയത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പാഠശാലയാണ്. എപ്രകാരം ഈശോയുടെ സ്നേഹിതരായി തീരാം, ഈശോയെ പോലെ, ഈശോയെ കണ്ടുമുട്ടിക്കൊണ്ട് ഈശോയെ പോലെ ആയിത്തീരാമെന്ന് പഠിക്കുക മാത്രമല്ല, അങ്ങനെ നമ്മൾ പ്രാർത്ഥനയിലൂടെ ആയിത്തീരുകയും ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോമിംഗ് സെന്ററാണ്. നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു കൂടാരമാണ് ഈ പുണ്യഭൂമി, ഈ ആലയം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. പ്രിയപ്പെട്ടവരെ, നമ്മെ നിത്യതയ്ക്ക് അർഹതയുള്ളവരാക്കി തീർക്കുക എന്നതാണ് ഈ ശുശ്രൂഷയുടെ ലക്ഷ്യമെന്ന് ആവർത്തിച്ചോർമ്മിപ്പിക്കട്ടെ. ഈ ലോകത്തിലുള്ള ഭൗതിക കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി സഹായിക്കുക എന്നതല്ല ഈ ആലയത്തിന്റെ പരമപ്രധാനമായ ദൗത്യം. ഈ ശുശ്രൂഷയുടെ ദൗത്യം അതല്ല. ഈ വചന ശുശ്രൂഷ അങ്ങനെയാണെങ്കിൽ ഈ വചന ശുശ്രൂഷ അർത്ഥമില്ല. നമ്മുടെ പരമപ്രധാനമായ കാര്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. നമ്മൾ സ്വർഗത്തിന് അനുരൂപരായി തീരുക. സ്വർഗത്തിലെ ഒന്നിനും കുറവുണ്ടാകാതെ നമ്മെ നയിക്കുന്ന ഇടയൻ കർത്താവിന്റെ ഇടയനാകുന്നു. എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഹല്ലേലൂയ. അങ്ങനെ നയിക്കുന്ന, നമ്മെ നല്ല വഴിക്ക് നയിക്കുന്നവന്റെ സ്വരം കേൾക്കുക.
അവനെ അനുഗമിക്കുക, അവനുമായി ബന്ധത്തിലായിരിക്കുക, അവന്റെ കരം പിടിച്ച് നടക്കുക, അവനെ സ്നേഹിച്ച് നടക്കുക, അവന്റെ ഹൃദയത്തിൽ വസിക്കുക, അവനെ ഹൃദയത്തിൽ വസിക്കാൻ അനുവദിക്കുക. ആത്മാവിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് അവനെ നമ്മൾ വസിക്കാൻ അനുവദിക്കുക. പ്രിയപ്പെട്ടവരെ, ഈശോയെ ഇങ്ങനെ സ്നേഹിക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഈ ഭൂമിയിൽ വേറെ ആരും നമ്മെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി ഈശോ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ഉറപ്പാണോ? ആണോ? നമ്മുടെ മുഖം കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആരാണ്? അല്ലേ? നമ്മുടെ മുഖം കാണുമ്പോൾ സന്തോഷിക്കുന്ന ആളുകളുണ്ടോ ലോകത്തില്? ഇല്ലേ? ഹല്ലേലൂയ. നമ്മുടെ സ്വരം കേൾക്കുമ്പോൾ സന്തോഷിക്കുന്ന ആളുകളുണ്ടോ ലോകത്തില്? ഉണ്ട്. മുഖം കാണുമ്പോൾ സന്തോഷിക്കുന്ന ആളുകളുണ്ടോ? ഉണ്ട്. ഒന്നോ രണ്ടോ പേരെങ്കിലും ഉണ്ടാവില്ലേ? ഹല്ലേലൂയ. പക്ഷേ നമ്മുടെ മുഖം കാണുന്നതിലും നമ്മുടെ സ്വരം കേൾക്കുന്നതിലും ഏറ്റവും അധികം സന്തോഷിക്കുന്നതാരാണ്? അത് കാണണമെന്ന്, അത് കേൾക്കണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതാരാണ്? സ്വരമില്ലാത്ത ആരാണ്? എല്ലാവരും ഒന്ന് പറഞ്ഞ ആരാണ്? ഈ ഭൂമിയിൽ വേറെ ആര് നമ്മെ സ്നേഹിക്കുന്നതിനേക്കാളും അധികം നമ്മെ സ്നേഹിക്കുന്നതാരാണ്? ഉറപ്പാണോ? ഹല്ലേലൂയ. ഈ ഭൂവിൽ ആരെന്നെ സ്നേഹിക്കുന്നതിനേക്കാളും ആയിരം ആയിരം മടങ്ങധികമായി എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നതു നീയല്ലോ, ലാളിക്കുന്നതു നീയല്ലോ, പാലിക്കുന്നതു നീയല്ലോ എന്നെ യേശുവേ. പാടിയേ. ഈ ഭൂവിൽ ആരെന്നെ സ്നേഹിക്കുന്നതിനേക്കാളും ആയിരം ആയിരം മടങ്ങധികമായി എന്നെ സ്നേഹിക്കുന്നതു നീയല്ലോ, ലാളിക്കുന്നതു നീയല്ലോ, പാലിക്കുന്നതു നീയല്ലോ എന്നെ യേശുവേ. പ്രൈസ് ദി ലോർഡ്. ഇതിങ്ങനെ പാടിക്കൊണ്ട് നടക്കണം. എന്താണ്? ഈ ഭൂവിൽ ആരെന്നെ സ്നേഹിക്കുന്നതിനേക്കാളും ആയിരം ആയിരം മടങ്ങധികമായി എന്നെ സ്നേഹിക്കുന്നത് നീയല്ലോ, എന്നെ ലാളിക്കുന്നത് നീയല്ലോ, എന്നെ പാലിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു ഈശോയുമായി സ്നേഹത്തിൽ ആഴപ്പെടാൻ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു. അവിടത്തോട് നമ്മൾ മധുരമായും, ബാക്കി പറ, നിഷ്കളങ്കമായും സംസാരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഈശോയോട് ഇങ്ങനെയൊക്കെ പറയണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.